നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കഴിഞ്ഞ 2-3 വേൾഡ് കപ്പുകളിൽ കൃത്യമായി വേൾഡ് കപ്പിൻ്റെ ഫലം പ്രവചിച്ച ഏജൻസി ഇത്തവണത്തെ വേൾഡ് കപ്പ് ജേതാക്കൾ ആരായിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. പാൻമ്യൂ ലിബേർഡം UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഏജൻസിയാണ്. ഇവർ ഫുട്ബോൾ വേൾഡിന് പുറത്തുള്ള ഏജൻസിയാണ്. അവരുടെ പ്രഡിക്ഷൻ കഴിഞ്ഞ 3 തവണയും കറക്റ്റായിരുന്നു. ട്രാക്ക് റെക്കോർഡ് 2014 ജർമ്മനി വേൾഡ് കപ്പ് നേടും എന്നവർ കറക്റ്റ്ലി ഫോർകാസ്റ്റ് ചെയ്തിരുന്നു. 2018 ഫ്രാൻസ് വേൾഡ് കപ്പ് നേടുമെന്ന് കറക്റ്റ്ലി ഫോർകാസ്റ്റ് ചെയ്തിരുന്നു. 2022 അർജൻറ്റീന വേൾഡ് കപ്പ് നേടുമെന്ന് കറക്റ്റ്ലി ഫോർകാസ്റ്റ് ചെയ്തിരുന്നു. 2026 ആര് വേൾഡ് കപ്പ് നേടുമെന്ന് അവർ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. അപ്പോൾ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഫോർകാസ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്, ഒരു പ്രഡിക്ഷൻ. ഇതെല്ലാ റൗണ്ടിലും ആര് മുന്നിൽ എന്ന തരത്തിൽ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അപ്സെറ്റ് ജപ്പാൻ ഉണ്ടാക്കും. ഒരു വമ്പൻ ടീമിനെ ജപ്പാൻ അട്ടിമറിക്കും റൗണ്ട് ഓഫ് 32 എന്നവർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെമിഫൈനലിൽ ഓൾ യൂറോപ്യൻ സെമിഫൈനലായിരിക്കും എന്നവർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അൺലൈക്ലി ചാമ്പ്യൻ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ടീം ചാമ്പ്യനാവും എന്നും അവർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിൽ ഇവർ പ്രധാനമായിട്ടും ഫുട്ബോളിന് പുറത്തുള്ള കാര്യങ്ങളും ഒക്കെ പരിഗണിച്ച് ടീമിൻ്റെ കണ്ടീഷനൊക്കെ വിശദമായിട്ട് പരിഗണിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു മോഡലാണ്. ആ മോഡൽ അനുസരിച്ചാണ് അവർ ഈ വേൾഡ് കപ്പ് പ്രഡിക്ഷൻ നടത്തുന്നത്. അപ്പം അതിനു മുമ്പ് ഇതൊരു വലിയ ഒരു നമ്മൾ ഈ പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയില്ലേ, അതുപോലെ 10-20 പേജുള്ള വിശദമായിട്ടുള്ള അനാലിസിസ് നടത്തിയിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, മറിച്ച് നമുക്ക് ആ റിസൾട്ട് നോക്കിയാൽ മതിയല്ലോ. അതിലവർ ബുക്കീസ് എന്ത് പറയുന്നുണ്ട്. ബുക്കീസ് ഏറ്റവും അധികം സാധ്യത കാണുന്നത് സ്പെയിനാണ്. ബുക്കിംഗ് ഓഡ് 5/1 ആണ്, 5/1. ഫ്രാൻസിൻ്റെ ബുക്കിംഗ് ഓഡ് 6/1, ഇംഗ്ലണ്ടിൻ്റെ 13/2, അർജൻറ്റീനയുടെ 17/2 എന്ന രൂപത്തിലാണ്. പക്ഷേ ഇവർ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗ്രൂപ്പ് സ്റ്റേജ് മുതൽ ആര് മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി അവർ ഓരോ രാജ്യത്തിൻ്റെയും GDP പെർ ക്യാപിറ്റ, അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഫുട്ബോളിന് പുറത്തുള്ള കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി. ഈ രാജ്യങ്ങളുടെ GDP പെർ ക്യാപിറ്റ, അതുപോലെ തന്നെ പോപ്പുലേഷൻ സൈസ്, അതുപോലെ ബീയിങ് എ ഹോസ്റ്റ് കൺട്രി ഹെൽപ്സ്, ഫിഫ റാങ്കിങ് പോയിൻറ്റ്സ്, ഇതെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ പറയുന്നത് ഈ ഘടകങ്ങൾ 55% റിസൾട്ടിനെ ബാധിക്കും. ബാക്കി കളിക്കളത്തിലുള്ള പ്രകടനത്തിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. സോ 45% ഓഫ് ദി ഔട്ട്കം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ലക്ക് എന്നുകൂടി അവർ പറയുന്നത്. അപ്പോൾ എന്തും സംഭവിക്കാം എന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് അവർ ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 3 തവണ അവർ ഈ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായിരിക്കുമെന്ന് വളരെ കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പിൻ്റെ കാര്യത്തിലേക്കും പോവുകയാണ്. ആദ്യം ഗ്രൂപ്പ് സ്റ്റേജിൽ ആര് മുന്നോട്ട്. അപ്പോൾ അതിലവർ പറയുന്ന കാര്യം, ഗ്രൂപ്പ് എയിൽ അവരുടെ ഒരു പ്രഡിക്ഷൻ, ലൈക്ലിഹുഡ് ടു മേക്കിംഗ് ഇൻ ടു ടോപ്പ് 2 ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലും 1-2 സ്ഥാനങ്ങളിലെത്താനുള്ള സാധ്യതകൾ നിങ്ങൾക്കറിയാലോ. ഗ്രൂപ്പ് L വരെ ഇത്തവണയുണ്ട്. അതിലെല്ലാ ഗ്രൂപ്പിൽ നിന്നും 2 വീതം ടീമുകൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കും. പ്ലസ് 8 മികച്ച 3ാം സ്ഥാനക്കാരും കടക്കും. അപ്പോൾ അവർ പറയുന്നത് ഗ്രൂപ്പ് എയിൽ സൗത്ത് കൊറിയയാണ് ടോപ്പ് 2-ലെത്താൻ ഏറ്റവും അധികം സാധ്യതയുള്ള 72%. സെച്ചിയക്ക് 52% കാണുമ്പോൾ മെക്സിക്കോക്ക് 44%, സൗത്ത് ആഫ്രിക്കയ്ക്ക് 33% സാധ്യതകൾ കാണുന്നുണ്ട്. ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലൻഡ് അതുപോലെ ഖത്തർ, ഈ 2 ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കൂടുതൽ സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിന് 90%, ഖത്തറിന് 43%. കാനഡയ്ക്ക് 35%, ബോസ്നിയക്ക് 32%. അതാണ് അവർ സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ
ബ്രസീലാണ് ഏറ്റവും അധികം സാധ്യത അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ളത്, 99%. മൊറോക്കോക്ക് 59%, സ്കോട്ട്ലൻഡിന് 38%, ഹെയ്ത്തിക്ക് 5%വുമാണ് സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഡിയിൽ ഓസ്ട്രേലിയ 61%, തുർക്കിയെ 59%. ഈ 2 ടീമുകൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത അവർ കൂടുതൽ കാണുന്നു. USA-ക്ക് 43%, പരാഗ്വയ്ക്ക് 37%വുമാണ് ടോപ്പ് 2-ലെത്താനുള്ള സാധ്യത. ഗ്രൂപ്പ് ഇയിൽ ജർമ്മനിയാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്, 93%, ഇക്വഡോറിന് 65%, പിന്നെ ഐവറി കോസ്റ്റിന് 37%, കുർസാവോക്ക് 5%വും കണക്കാക്കിയിരിക്കുന്നു. ഗ്രൂപ്പ് എഫിൽ നെതർലൻഡ്സ് മുന്നോട്ട് പോകും 1ാം സ്ഥാനവും കൊണ്ടെന്നാണ് അവരുടെ ഒരു പ്രഡിക്ഷൻ, 73%. ജപ്പാൻ 58%, സ്വീഡൻ 41%, തുനീഷ്യ 28%. ഗ്രൂപ്പ് ജിയിലാകട്ടെ ബെൽജിയവും ഇറാനുമാണ് മുന്നിൽ നിൽക്കുന്നത്. ബെൽജിയത്തിന് 85% ടോപ്പ് 2-ലെത്താനുള്ള സാധ്യത കണക്കാക്കുമ്പോൾ ഇറാൻ 57% ടോപ്പ് 2-ലെത്താനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട്. ഈജിപ്തിന് 43%, ന്യൂസിലൻഡിന് 15%. ഗ്രൂപ്പ് എച്ചിൽ സ്പെയിനാണ് ഏറ്റവും അധികം സാധ്യത ടോപ്പ് 2-ൽ വരാൻ, 99%. ഉറുഗ്വായി രണ്ടാമത് വരുന്നു, 63%. സൗദി അറേബ്യയ്ക്ക് 25%, കേപ്പ് വെർദെ ഐലൻഡിന് 13%വുമാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസിനാണ് ഏറ്റവും അധികം സാധ്യത, 85%, പിന്നെ സെനഗൽ 48%, നോർവേ 41%, ഇറാഖ് 25%. ഗ്രൂപ്പ് ജെയിൽ അർജൻറ്റീനയാണ് ഒന്നാമതെത്താനുള്ള സാധ്യത കണക്കാക്കുന്നത്, 91%, ഓസ്ട്രിയ 52%, അൾജീരിയ 40%, ജോർദാൻ 17%. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ മുന്നോട്ട് പോകാനാണ് ഏറ്റവും അധികം സാധ്യത കണക്കാക്കിയിരിക്കുന്നത്, 77%. കൊളംബിയ രണ്ടാമത് വരുന്നത് 73%, ഉസ്ബെക്കിസ്ഥാന് 3ാം സ്ഥാനം 28%, DR കോങ്കോ 23%. ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ട് 89% ഒന്നാമത് വരുമ്പോൾ, ക്രൊയേഷ്യ 70% രണ്ടാമത്, ദെൻ പനാമ 36%, ഘാന 5%. അപ്പോൾ ഇതിൽ ആദ്യ 2 സ്ഥാനക്കാർ അടുത്ത റൗണ്ടിലേക്ക് പോകും. കൂടാതെ ഓരോ ഗ്രൂപ്പിൽ നിന്നും 3ാം സ്ഥാനക്കാർ, അതായത് 8 ഗ്രൂപ്പുകളിൽ നിന്ന് മികച്ച, അതായത് 12 ഗ്രൂപ്പുകളുണ്ട്, അതിൽ മികച്ച 8 3ാം സ്ഥാനക്കാർ കടക്കുമെന്ന് പറഞ്ഞാൽ 8 ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരായിരിക്കും കടക്കുക. ഗ്രൂപ്പ് എയിൽ നിന്ന് മെക്സിക്കോയും, ഗ്രൂപ്പ് സിയിൽ നിന്ന് സ്കോട്ട്ലൻഡും, ഗ്രൂപ്പ് ഡിയിൽ നിന്ന് USA-യും, ഗ്രൂപ്പ് ഇയിൽ നിന്ന് ഐവറി കോസ്റ്റും, ഗ്രൂപ്പ് എഫിൽ നിന്ന് സ്വീഡനും, ഗ്രൂപ്പ് ജിയിൽ നിന്ന് ഈജിപ്തും, ഗ്രൂപ്പ് ഐയിൽ നിന്ന് നോർവേയും, ഗ്രൂപ്പ് ജെയിൽ നിന്ന് അൾജീരിയയും മികച്ച 3ാം സ്ഥാനക്കാരായിക്കൊണ്ട് റൗണ്ട് ഓഫ് 32ലേക്ക് എത്തും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, റൗണ്ട് ഓഫ് 32 നോക്കൗട്ട് സ്റ്റേജ്. ഈ നോക്കൗട്ട് സ്റ്റേജിലാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അട്ടിമറി നടക്കും എന്നവർ പറയുന്നത്. ആരോടൊക്കെ ഏറ്റുമുട്ടും, ആരൊക്കെ മുന്നോട്ട് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ജർമ്മനി വേഴ്സസ് USA റൗണ്ട് ഓഫ് 32 മത്സരം നടക്കുമെന്നും ജർമ്മനി മുന്നോട്ട് കടക്കുമെന്നും അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ റൗണ്ട് ഓഫ് 32 മത്സരം നടക്കും, അതിൽ ഫ്രാൻസ് മുന്നോട്ട് കടക്കും. അസച്ചിയ വേഴ്സസ് കാനഡ റൗണ്ട് ഓഫ് 32 മത്സരം നടക്കും, അതിൽ കാനഡ മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ പ്രഡിക്ഷൻ, ആദ്യമായിട്ടുള്ള കാനഡ. അതേസമയം നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ മത്സരം നടക്കും, നെതർലൻഡ്സ് മുന്നോട്ട് പോകും എന്നാണ് അവരുടെ പ്രഡിക്ഷൻ. കൊളംബിയ വേഴ്സസ് ക്രൊയേഷ്യ പോരാട്ടം നടക്കും, അതിൽ ക്രൊയേഷ്യ മുന്നോട്ട് പോകുമെന്നാണ് പ്രഡിക്ഷൻ. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ പോരാട്ടം റൗണ്ട് ഓഫ് 32, അതിൽ സ്പെയിന് വിജയിക്കും, മുന്നോട്ട് പോകുമെന്നാണ് പ്രഡിക്ഷൻ. ഇനി ശ്രദ്ധിക്കുക, ഓസ്ട്രേലിയ വേഴ്സസ് അൾജീരിയ മത്സരം നടക്കും, AFCയിൽ നിന്നുള്ള ഓസ്ട്രേലിയ ആയിരിക്കും മുന്നോട്ട് പോകുമെന്നാണ് പ്രഡിക്ഷൻ. ബെൽജിയം വേഴ്സസ് മെക്സിക്കോ പോരാട്ടം നടക്കും, റൗണ്ട് ഓഫ് 32 തന്നെ ആതിഥേയരായിട്ടുള്ള മെക്സിക്കോയെ മറികടന്നുകൊണ്ട് ബെൽജിയം മുന്നോട്ട് പോകുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. ഇനിയാണ് റൗണ്ട് ഓഫ് 32 ഏറ്റവും വലിയ അപ്സെറ്റ്, ബിഗ്ഗസ്റ്റ് അപ്സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത്, ബ്രസീലിനെ ജപ്പാൻ റൗണ്ട് ഓഫ് 32 മറികടക്കും. അത് ചരിത്രപരമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും എന്നാണ് ഇവരുടെ പ്രഡിക്ഷൻ. സോ ബ്രസീലിനെ മറികടന്ന് ജപ്പാൻ റൗണ്ട് ഓഫ് 32 നിന്ന് മുന്നോട്ട്, ബ്രസീൽ റൗണ്ട് ഓഫ് 32 എലിമിനേറ്റഡ് ആകും എന്നാണ് പ്രഡിക്ഷൻ. ഇക്വഡോർ വേഴ്സസ് സെനഗൽ അടുത്ത മത്സരം, സെനഗലായിരിക്കും മുന്നോട്ട് പോകുമെന്ന് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നു. സൗത്ത് കൊറിയ വേഴ്സസ് സ്കോട്ട്ലൻഡ് മത്സരം, സൗത്ത് കൊറിയ മുന്നോട്ട് പോകുമെന്നാണ് പ്രഡിക്ഷൻ. ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മത്സരം, ഇംഗ്ലണ്ട് മുന്നോട്ട് പോകുമെന്നാണ് പ്രഡിക്ഷൻ. അർജൻറ്റീന വേഴ്സസ് ഉറുഗ്വായി പോരാട്ടം റൗണ്ട് ഓഫ് 32 നടക്കുമെന്നും ഉറുഗ്വായി അർജൻറ്റീനയോട് പരാജയപ്പെടും, അർജൻറ്റീന റൗണ്ട് ഓഫ് 16 കടക്കും എന്നാണ് പ്രഡിക്ഷൻ. തുർക്കിയെ വേഴ്സസ് ഇറാൻ മത്സരത്തിൽ തുർക്കി മുന്നോട്ട് പോകുമെന്നാണ് പ്രഡിക്ഷൻ. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് ഈജിപ്ത് പോരാട്ടം, സ്വിറ്റ്സർലൻഡ് മുന്നോട്ട് പോകുമെന്നാണ് പ്രഡിക്ഷൻ.
പോർച്ചുഗൽ വേഴ്സസ് ഐവറി കോസ്റ്റ് മത്സരം പോർച്ചുഗൽ മുന്നോട്ട് പോകുമെന്നാണ് പ്രഡിക്ഷൻ. ഇതാണ് റൗണ്ട് ഓഫ് 32 പ്രഡിക്ഷൻ. ഇനി റൗണ്ട് ഓഫ് 16 ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടുമെന്ന പ്രഡിക്ഷൻ. ജർമ്മനിയും ഫ്രാൻസും രണ്ട് വമ്പൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമെന്ന് പറയുമ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് ജർമ്മനിയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് കടക്കുമെന്നാണ് പ്രഡിക്ഷൻ. കാനഡ വേഴ്സസ് നെതർലൻഡ്സ് പ്രീ ക്വാർട്ടർ മത്സരം. കാനഡയെ തോൽപ്പിച്ച് നെതർലൻഡ്സ് ക്വാർട്ടറിലേക്ക്. ക്രൊയേഷ്യ വേഴ്സസ് സ്പെയിൻ പ്രീ ക്വാർട്ടർ മത്സരം. ക്രൊയേഷ്യയെ തോൽപ്പിച്ച് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിലേക്ക്. ഓസ്ട്രേലിയ വേഴ്സസ് ബെൽജിയം പ്രീ ക്വാർട്ടർ മത്സരം. ഓസ്ട്രേലിയ തോൽപ്പിച്ച് ബെൽജിയം ക്വാർട്ടർ ഫൈനലിലേക്ക്. ജപ്പാൻ വേഴ്സസ് സെനഗൽ പ്രീ ക്വാർട്ടർ മത്സരം. സെനഗലിനെ തോൽപ്പിച്ച് ജപ്പാൻ മുന്നോട്ട് പോകുമെന്ന പ്രഡിക്ഷൻ. ക്വാർട്ടർ ഫൈനലിലേക്ക് ജപ്പാൻ. സൗത്ത് കൊറിയ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം. സൗത്ത് കൊറിയയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് മുന്നോട്ട്. അർജൻറ്റീന വേഴ്സസ് തുർക്കിയെ മത്സരം. തുർക്കിയെ തോൽപ്പിച്ച് അർജൻറ്റീന മുന്നോട്ട്. സ്വിറ്റ്സർലൻഡ് വേഴ്സസ് പോർച്ചുഗൽ മത്സരം. സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച് പോർച്ചുഗൽ മുന്നോട്ട്. ഇത് നോക്കുക, ക്വാർട്ടർ ഫൈനലിൽ കിടിലൻ പോരാട്ടങ്ങളുടേതാണ്. ഫ്രാൻസ് വേഴ്സസ് നെതർലൻഡ്സ് സൂപ്പർ പോരാട്ടം നടക്കുമെന്നും ആ കളിയിൽ നെതർലൻഡ്സ് ജയിച്ചുകൊണ്ട് സെമിയിലേക്ക് കടക്കുമെന്നാണ് പ്രഡിക്ഷൻ. അതായത് ഫ്രാൻസ് പുറത്താകുമെന്ന്. സ്പെയിൻ വേഴ്സസ് ബെൽജിയം സെമി ഫൈനൽ മത്സരം. ബെൽജിയത്തെ തോൽപ്പിച്ച് സ്പെയിൻ സെമി ഫൈനലിലേക്ക് കടക്കുമെന്ന പ്രഡിക്ഷൻ. ജപ്പാൻ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം, ക്വാർട്ടർ ഫൈനൽ മത്സരം. അതിൽ ഈ ജപ്പാനെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിയിലേക്ക് കടക്കും. അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ മത്സരം ക്വാർട്ടർ ഫൈനലിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പ്രഡിക്ഷൻ എന്താണെന്നറിയോ? അർജൻറ്റീനയെ തോൽപ്പിച്ച് പോർച്ചുഗൽ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടക്കുമെന്ന്. അപ്പോൾ അതാണ് പ്രഡിക്ഷൻ. ഇത് വല്ലാത്തൊരു പ്രഡിക്ഷനാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സെമി ഫൈനലിലെ 4 ടീമുകളും യൂറോപ്യൻ ടീമുകളാണ്. നെതർലൻഡ്സ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, പോർച്ചുഗൽ. ഫസ്റ്റ് സെമി ഫൈനൽ മത്സരം നെതർലൻഡ്സ് വേഴ്സസ് സ്പെയിൻ. സ്പെയിനിനെ തോൽപ്പിച്ച് നെതർലൻഡ്സ് ഫൈനലിലേക്ക്. ഇംഗ്ലണ്ട് വേഴ്സസ് പോർച്ചുഗൽ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് പോർച്ചുഗൽ ഫൈനലിലേക്ക്. വാവ് പ്രഡിക്ഷൻ നോക്കണം. ഫൈനലിൽ പോർച്ചുഗൽ, എതിരാളികൾ നെതർലൻഡ്സ്. ചോദ്യം, ആൻഡ് വിന്നർ ഈസ്, ആര് വിജയിക്കും? ഒരു കിടിലൻ പോരാട്ടം നടക്കുമെന്നാണ് പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പോളി മാർക്കറ്റിൻ്റെ ഒക്കെ പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിൻ്റെ വിന്നിങ് ചാൻസ് 7%, നെതർലൻഡ്സിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് 3% കാണിക്കുന്നത്. പക്ഷേ നോക്കുക, ഇവിടെ ഇവരുടെ പ്രഡിക്ഷൻ നെതർലൻഡ്സ് കിരീടം ചൂടും. പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നെതർലൻഡ്സ് ആയിരിക്കും വേൾഡ് കപ്പിലെ കിരീടം ചൂടുക. അത് ഈവൻ എക്സ്ട്രാ ടൈമിലേക്ക് വരെ നീണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. 2 ടീമും മാക്സിമം പരിശ്രമം നടത്തും. ഈ റിസൾട്ട് ഫൈനലി 1-0 എന്ന രൂപത്തിലായിരിക്കും അവസാനിക്കുക എന്നുകൂടി അവർ പറഞ്ഞത്. റിസൾട്ട് ഈസ് ദാറ്റ് ദീസ് മാച്ചസ് ടെൻഡ് ടു എൻഡ് 1-0 വിത്ത് പെനാൽറ്റി ഗോൾ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയുള്ള കട്ടക്കുള്ള പോരാട്ടമായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഹാപ്പൻസ് അഗെയിൻ, ദിസ് ടൈം ദി വിന്നർ അൾട്ടിമേറ്റ്ലി ബീയിങ് നെതർലൻഡ്സ് എന്നാണ് അവർ പറയുന്നത്. Congratulations to Netherlands for finally winning the trophy that they should have won a long time ago. Keep the trophy safe for us Germans, because we will come in 4 years to ask for it back എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രൊജക്റ്റ് പോലെയുള്ള സംഭവം അവസാനിപ്പിക്കുന്നത്. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നെതർലൻഡ്സ് കിരീടം ചൂടും ഈ വേൾഡ് കപ്പ് എന്ന പ്രഡിക്ഷൻ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ 3 വേൾഡ് കപ്പിലും കൃത്യമായിട്ട് പ്രഡിക്ഷൻ നടത്തിയിട്ടുള്ള ഏജൻസിയുടെ പ്രഡിക്ഷനാണ് ഇത്. ഏതെങ്കിലും ഫുട്ബോൾ വേൾഡിൽ നിന്നുള്ള, ഫുട്ബോളിനോട് ബയാസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രഡിക്ഷൻ അല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. ഫുട്ബോൾ വേൾഡിന് പുറത്തു നിന്ന് പാൻമ്യൂ ലിബേർഡും പ്രഡിക്റ്റ് ചെയ്യുന്നു ഫൈനലിൽ പോർച്ചുഗലും അതുപോലെ നെതർലൻഡ്സും തമ്മിൽ ഏറ്റുമുട്ടും. നെതർലൻഡ്സ് വേൾഡ് കപ്പ് കിരീടം ചൂടുമെന്ന്. നിങ്ങൾക്ക് വ്യത്യസ്ത പ്രഡിക്ഷൻ ഉണ്ടാവും. നമുക്ക് ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് വീണ്ടും കാണാം.